ലോഗോസ് ക്വിസ് 2026 സാമുവേൽ 2-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാമുവേൽ 2-ാം അധ്യായം. 1. സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം ഹന്നായുടെ കീർത്തനം. 2. സാമുവേൽ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 36. 3. എൻ്റെ ഹൃദയം എന്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? ഉത്തരം കർത്താവിൽ. 4. ഹന്നയുടെ എന്താണ് കർത്താവിൽ ഉയർന്നിരിക്കുന്നത്? ഉത്തരം ശിരസ്. 5. ഹന്നയുടെ അധരം ആരെയാണ് പരിഹസിക്കുന്നത്? ഉത്തരം ശത്രുക്കളെ. 6. ഡാഷ് പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. ഉത്തരം കർത്താവിനെ പോലെ. 7. എങ്ങനെയാണ് മേലിൽ സംസാരിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം അഹന്തയോടെ. 8. നാവിൽ നിന്നും എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം ഗർവ്. 9. വീരന്മാരുടെ എന്ത് തകരുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം വില്ലുകൾ. 10. ബലഹീനർ എന്ത് പ്രാപിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം ശക്തി. 11. എന്ത് അനുഭവിച്ചവർ ആണ് ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നത്? സുഭിക്ഷം. 12. എന്ത് അനുഭവിച്ചവരാണ് സംതൃപ്തി അടയുന്നത്? ഉത്തരം വിശപ്പ്. 13. വന്ധ്യ എത്ര പ്രസവിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം 7. 14. ആരാണ് നിരാലംബയാകുന്നത്? ഉത്തരം സന്താന സമ്പത്തുള്ളവർ. 15. ആരാണ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്? ഉത്തരം കർത്താവ്. 16. ദരിദ്രനും ധനികനുമാക്കുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 17. ദരിദ്രനെ കർത്താവ് എവിടെ നിന്നാണ് ഉയർത്തുന്നത്? ഉത്തരം ധൂളിയിൽ നിന്ന്. 18. ആരെയാണ് കുപ്പയിൽ നിന്നും സമധരിക്കുന്നത്? ഉത്തരം അഗതിയെ. 19. ഭൂമിയുടെ ഡാഷ് കർത്താവിൻ്റേതാണ്. ഉത്തരം അടിത്തൂണുകൾ. 20. ഏതിന്മേലാണ് കർത്താവ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ഭൂമിയുടെ അടിത്തൂണിന്മേൽ. 21. കർത്താവ് ആരുടെ പാദങ്ങളെയാണ് കാക്കുന്നത്? ഉത്തരം തൻ്റെ വിശ്വസ്തരുടെ. 22. ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്? ഉത്തരം ദുഷ്ടന്മാർ. 23. കർത്താവ് ആരെയാണ് ഛിന്ന ഭിന്നമാക്കുന്നത്? ഉത്തരം പ്രതിയോഗികളെ. 24. കർത്താവ് ആർക്കെതിരെയാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്കെതിരെ. 25. കർത്താവ് ആരുടെ ശിരസ്സാണ് ഉയരമാറാക്കുന്നത്? ഉത്തരം തൻ്റെ അഭിഷിക്തൻ്റെ. 26. ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകുന്നത്? ഉത്തരം പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ. 27. ആരുടെ പുത്രന്മാരാണ് ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും ആയിരുന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. 28. എന്തിനെ സംബന്ധിക്കുന്ന നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിച്ചില്ല എന്ന് പറയുന്നത്? ഉത്തരം ജനങ്ങളിൽ നിന്നും പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതം. 29. ആരുടെ പാപമാണ് ദേവസന്നിധിയിൽ ഗുരുതരമായിരുന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാരുടെ. 30. ബാലനായ ഡാഷ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? ഉത്തരം സാമുവേൽ. 31. എങ്ങനെയുള്ള വസ്ത്രമാണ് സാമുവേൽ ധരിച്ചിരുന്നത്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. 32. വർഷം തോറും ചെറിയ ഉടുപ്പുണ്ടാക്കി സാമുവേലിന് കൊടുത്തിരുന്നത് ആരാണ്? ഉത്തരം അവൻ്റെ അമ്മ. 33. ഏലി എന്തു പറഞ്ഞാണ് എൽക്കാനയെയും ഭാര്യയെയും അനുഗ്രഹിച്ചത്? ഉത്തരം വേറെ സന്താനങ്ങൾ ഉണ്ടാകട്ടെ. 34. ഹന്നയെ കർത്താവ് കടാക്ഷിച്ചതുകൊണ്ട് എത്ര പുത്രന്മാരും പുത്രിമാരുമാണ് അവർക്കുണ്ടായത്? ഉത്തരം 3 പുത്രന്മാരും 2 പുത്രിമാരും. 35. ബാലനായ സാമുവേൽ എവിടെയാണ് വളർന്നു വന്നത്? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിൽ. 36. മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും? ഇത് ആരോട് പറഞ്ഞു? ഉത്തരം ഏലി പുത്രന്മാരോട്. 37. ബാലനായ സാമുവേൽ ആരുടെ പ്രീതിയിലാണ് വളർന്നു വന്നത്? ഉത്തരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും.